ഒരു വലിയ സ്കോർ ഹൈക്ക് ഉണ്ടാക്കിയ ലിന എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഇപ്പം ഞാൻ സൈലത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് സൈലത്തിന്റെ DPP ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മെറ്റീരിയൽസ് തന്നത് അതും ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെ ധാരാളമാണ്. ഇവിടെ വരുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് അനുഭവപ്പെട്ടത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയുടെ ലിന തന്നെ പറയും, കെമിസ്ട്രിയുടെ സ്കോറിൽ 180 ഔട്ട് ഓഫ് 180. കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള നോളജ് വേണം. അതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യത്തെ GOC 1 GOC 2 എന്നുള്ള സാധനത്തിൽ ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ബേസ് ഒക്കെ സ്ട്രോങ് ആക്കി. നീറ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് ഒക്കെ വന്ന് സൈലത്തിലെ ഓരോ മിടുക്കരായ വിദ്യാർത്ഥികളെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫാത്തിമ ലിനയാണ്. ഫാത്തിമ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. കാരണം ഫാത്തിമയുടെ മിടുക്ക് പറയണമെങ്കിൽ നമുക്ക് ഫാത്തിമയിലേക്ക് തന്നെ വരാം. ലിനയുടെ ആദ്യത്തെ നീറ്റ് സ്കോർ എത്രയായിരുന്നു? പ്ലസ് ടുനോടൊപ്പം നീറ്റ് എഴുതിയ സമയത്തുള്ള സ്കോർ എത്രയായിരുന്നു? 280 സംതിങ്. അങ്ങനെ സൈലത്തിലെത്തി, റിപ്പീറ്റ് ചെയ്തു. ഇപ്പം നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു. നിലവിലെ സ്കോർ എത്രയാണ്? 693 സ്കോർ. അപ്പോ 280 ആ ഒരു സ്കോറിൽ നിന്നും ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് 693 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ലിന എത്തിയത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ലിനക്ക് പറയാനുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് സൈലത്തിലേക്ക് എത്തുന്നത്? ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ പിന്നെ ഞാൻ എൻ്റെ അമ്മ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ദൂരെ പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഓൾറെഡി സൈലത്തിന്റെ വീഡിയോസ്, ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിൽ വല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് പറയും ചെയ്തു അടിപൊളിയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങ് അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മള് ഹൈബ്രിഡിലാണല്ലോ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് കാണുന്നു, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു, പിന്നെ ഓഫ്ലൈനിലായിട്ട് വന്നിട്ട് നമ്മൾ അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഇനി ആ പാറ്റേണിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്തു, അത്തരം കാര്യങ്ങളൊക്കെ ഈ തുടക്കത്തിലൊക്കെ എനിക്ക് ഇതൊരു എങ്ങനെയാണ് പോർഷൻസ് ഒക്കെ സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഒരേ ടോപ്പിക് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് പോർഷൻസ് ഓൺ ടൈം അല്ല, കുറച്ച് നേരത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചെയ്തു. പഠിച്ച സാധനങ്ങൾ എനിക്ക് 2-3 തവണ റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചതിന് വിപരീതമായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം, വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമ്പസിൽ എത്തിയപ്പോൾ കിട്ടിയത്. അപ്പോ തലേ ദിവസം ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുമ്പോൾ ടോപ്പിക്സ് ഒക്കെ കൃത്യമായി പഠിക്കാൻ പറ്റാറുണ്ടായിരുന്നു? നല്ല ഡൗട്ടുകൾ വരാറുണ്ടായിരുന്നോ? ചെറിയ തോതിൽ എങ്ങനെ പോയാലും ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അത് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ പിറ്റത്തെ ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ അപ്ഡേറ്റ് ആയിട്ട് പോകാൻ പറ്റി. പിന്നെ മെറ്റീരിയൽസ് വളരെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളും റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ NCERT അല്ലാതെ വേറെ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എവിടുന്ന് ക്വസ്റ്റ്യൻ എടുക്കണം? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികൾക്കും, ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ വന്ന കുട്ടികളൊക്കെ ഉള്ള സംശയമാണ്. അപ്പോ ഒരു വലിയ സ്കോർ ഹൈക്ക് ഉണ്ടാക്കിയ ലിന എങ്ങനെയാണ്, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അത് സാർ പറഞ്ഞാൽ ശരിയാ. കുറെ കുട്ടികൾക്ക് ഒരു സംശയം വരും, നമ്മൾ കുറെ ബുക്സ് റെഫർ ചെയ്യണോ, എന്താണ് അതിന്റെ ഒരു രീതി എന്നുള്ളത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ സൈലത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് സൈലത്തിന്റെ DPP ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മെറ്റീരിയൽസ് തന്നത് അതും ഉണ്ടായിരുന്നു, കുറെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ. അപ്പം അത് തന്നെ ധാരാളമാണ്. അത് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ആവും. അത് മാത്രമല്ല, അതിന് പുറമെ DTSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നീറ്റായിട്ട് എടുത്തു വെച്ചാൽ റിവിഷൻ സമയത്ത് നമുക്ക് അത് വെരി യൂസ്ഫുൾ ആകും. പിന്നെ പഴയ GIBന്റെ ക്വസ്റ്റ്യൻസ്, LMRPന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ തന്നെ മതി, റെഡിയാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അത് വെച്ച് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ലിനക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ആയിട്ട് അനുഭവപ്പെട്ട ഒരു സബ്ജക്ട് അങ്ങനെ പറയുമ്പോൾ ഏത് സബ്ജക്റ്റാ? ഞാൻ 3 പറയണമെങ്കിൽ ഞാൻ കെമിസ്ട്രി ആണ് പറയുക. ഇവിടെ വരുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് അനുഭവപ്പെട്ടത് കെമിസ്ട്രി ആയിരുന്നു. പക്ഷേ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് സ്കോറില് കെമിസ്ട്രിയുടെ ലിന തന്നെ പറയും, കെമിസ്ട്രിയുടെ സ്കോറിൽ 180 ഔട്ട് ഓഫ് 180. അത് കെമിസ്ട്രിയിൽ 180 ഔട്ട് ഓഫ് 180 ആണ് ലിന സ്കോർ ചെയ്തത്. ലിന റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവളുടെ ഏറ്റവും ഡിഫിക്കൽട്ടി ആയ സബ്ജക്ട് അതിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടാണ് ലിനയുടെ ഫൈനൽ സ്കോർ വന്നിരുന്നത്. എങ്ങനെ ആ സ്കോറിലേക്ക് എത്തി? ആ ഡിഫിക്കൽട്ടി സോൾവ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജി സ്റ്റെപ്സ് ഒക്കെയാണ് ലിന യൂസ് ചെയ്തത്? ഞാൻ ബാക്കി സബ്ജക്റ്റിനെ എനിക്ക് കൂട്ടത്തിൽ പഠിക്കാൻ കുറച്ച് താല്പര്യം കുറഞ്ഞ സബ്ജക്റ്റും കെമിസ്ട്രി ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കത് ടഫായിട്ട് തോന്നിയത്. പക്ഷെ അത് മൈൻഡ് ആക്കരുത് എന്നുള്ളതിൽ ഞാൻ അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫിസിക്സും ബയോളജിയും എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായതുകൊണ്ട് തീരെ മൈൻഡ് ആക്കിയില്ല എന്നല്ല, എന്നാലും കെമിസ്ട്രിക്ക് ഞാൻ കുറച്ചുകൂടി തോന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു. മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി അധികം ചെയ്തിരുന്നു. ബയോളജി ചെയ്തു. പിന്നെ ടീച്ചേഴ്സ് ഡൗട്ട് ഞാൻ ഈ ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ സ്റ്റാഫ് റൂം പോയി ടീച്ചേഴ്സിന്റെ അടുത്ത് ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. ഈ
GOC പോലുള്ള സബ്ജക്ട്സിലൊക്കെ എനിക്ക് കുറെ സംശയം വരും. ഓർഗാനിക് കെമിസ്ട്രി, കാരണം ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ NCERT ഓർഡറിലല്ല നമ്മൾ ഹൈബ്രിഡിൽ പഠിക്കുന്നത്. വേറെ എവിടെയും കിട്ടാത്ത അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ട് പരിചയമില്ലാത്ത ഒരു രീതിയിലാണ്, ഒരു പാറ്റേണിലാണ് നമ്മൾ GOC സ്ട്രക്ചർ ചെയ്തതും പഠിച്ചതും ഒക്കെ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി? അത് എനിക്ക് ഓർഗാനിക്കില് ഞാൻ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ച നെയിം റിയാക്ഷൻസ് മാത്രമായിരുന്നു എനിക്ക് ഓർഗാനിക്കിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് അതിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള നോളജ് വേണം. അതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യത്തെ GOC 1 GOC 2 എന്നുള്ള സാധനത്തിൽ ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ബേസ് സ്ട്രോങ് ആക്കി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ആദ്യം നന്നായി. ഇത്രയും സാധനങ്ങൾ അറിയാനുണ്ടായിനി അപ്പോഴാണ് മനസ്സിലായത്. അതിന്റെ ബേസ് GOCയുടെ 1 and 2 കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് 180 out of 180 കെമിസ്ട്രിയിൽ എത്തിയത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി സൈലത്തിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരുന്നതും കേരളത്തിൽ തന്നെ മൊത്തം നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളോടൊക്കെ ആയിട്ട് നിനക്ക് ഒരു റിപ്പീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിനക്ക് പറയാനുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മള് സ്ഥിരം ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞമ്മക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സും ടോപ്പിക്സും ഐഡന്റിഫൈ ചെയ്ത് അതിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറെ ബുക്സും അതിന്റെ ബാക്കിലൊന്നും പോകാണ്ട് കുറച്ചൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് മാത്രം നല്ല രീതിയിൽ പഠിച്ച് ഫോക്കസ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പിന്നിപ്പം ഇതുവരെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനിയിപ്പം നീ ആഗ്രഹിക്കുന്ന ഒരു കോളേജ്, ഒരു ഡ്രീം കോളേജ്, അല്ലെ ഇന്ന കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ട് ഇന്ന PG, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വപ്നങ്ങളോ പ്ലാനുകളോ ഉണ്ടോ? എനിക്ക് MBBS കഴിഞ്ഞിട്ട് ഓരോരുത്തർ പറയൽ MBBS ചെയ്യുമ്പോൾ നമ്മളെ താല്പര്യങ്ങൾ മാറുന്നതാണ്. ഓൺകോളജി പഠിക്കാനാണ് ഇപ്പൊ ആഗ്രഹം. എന്താവും അറിയില്ല. അത് MBBS ഏത് ക്യാമ്പസിൽ ചൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം? എനിക്ക് എന്റെ പേരൻസിനൊക്കെ ഇപ്പൊ ആഗ്രഹം ഞാൻ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. എനിക്ക് കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് അതിനി കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിലവിലെ സാഹചര്യത്തില് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കോൺട്രവേഴ്സിയും ഒക്കെ ഉണ്ട്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്തായാലും നമ്മൾ പരമാവധി നല്ലൊരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല തന്നെ പ്രതീക്ഷിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റട്ടെ. തുടർന്ന് എല്ലാ സപ്പോർട്ടിനും സൈലം ഉണ്ടാവും. അപ്പം അടിപൊളിയായിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.